ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ്. അതായത് അമ്മീൻ്റെ ഫാമിലി, അതായത് കുഞ്ഞുമാൻ്റെ പുരയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ബൈക്കിലാണ് പോയത്. അപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് കുറച്ചാടെ നിർത്തിയിട്ട് ഒരു പൊണ്ടെല്ലാം കരിക്കെല്ലാം കുടിച്ച് പോകാമെന്ന് കരുതി അങ്ങനെ കരിക്ക് കുടിക്കാൻ നിർത്തി. അത് കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നുണ്ട്. പ്ലേസ് എന്ന് പറഞ്ഞത് തൊക്കോട്ടാണ്, മംഗലാരം ഉള്ളാളത്താണ്. പുര എന്ന് പറയുന്നത് ഫ്ലാറ്റിലാണ് ഉള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് നേരെ പോകുന്നത്. കാസർഗോഡ് കുമ്പള ആ റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ നേരെ പോകുന്നുണ്ട്. തലപ്പാടി ആ സൈഡാണ്, തലപ്പാടി റൂട്ടിലാണ് നമ്മൾ പോകുന്നുള്ളത്. അപ്പോൾ പോലീസെല്ലാം ഉണ്ട്, അതുകൊണ്ട് മാസ്ക് ഹെൽമെറ്റ്. മാംഗ്ലൂർ ആ സൈഡ് പോകുമ്പോഴത്തേക്ക് ബൈക്കിലാണെങ്കിൽ രണ്ടാൾക്കും ഹെൽമെറ്റ് വേണം. പക്ഷെ ഞാനിപ്പോൾ കാസർഗോഡ് ഉള്ളതുകൊണ്ട് ഹെൽമെറ്റ് ഇപ്പോൾ വെച്ചിട്ട് തലപ്പാടി ടോൾ ഗേറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹെൽമെറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ എന്തോ അമ്മയൊക്കെ കാര്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, കയ്യോടുള്ള ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തലപ്പാടി ടോൾ ഗേറ്റ് എത്താനായി. ഏതാനും നിമിഷങ്ങൾക്കകം തലപ്പാടി ടോൾ ഗേറ്റിലേക്ക് എത്തും. അവിടെ ബോർഡ് കാണുന്നുണ്ടാവും. ഇനി ടോൾ ഗേറ്റിലേക്ക് 500 മീറ്റേഴ്സ് മാത്രമുള്ള. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലാറ്റെല്ലാം എത്തിയിട്ടുണ്ട്. കുറച്ച് ഇടവയിലെല്ലാം കയറി നമ്മൾ ഫ്ലാറ്റിലേക്ക് എത്തി. ഇതാണ് പാർക്കിംഗ് ഏരിയ, ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് ഫ്ലാറ്റ് അറിയാത്തത് കൊണ്ട് ഓർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് അമ്മി കണ്ണാടി നോക്കിയിട്ട് മുകളിൽ സ്റ്റൈലാക്കുന്നുണ്ട്, ചേലാക്കുന്നുണ്ട് ഓന്. അപ്പോൾ ഇതാ ഓർ നമ്മൾ കൂട്ടാനെല്ലാം വന്ന് നമ്മൾ നേരെ ഫ്ലാറ്റിലേക്ക് എത്തി. ലിഫ്റ്റിലാണ് നമ്മൾ ഫ്ലാറ്റിലേക്ക് വന്നത്. അപ്പോൾ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ട് അവിടെ കുറച്ച് സംസാരിച്ചിട്ട് നമ്മളത്തേക്ക് ഫുഡ് റെഡിയായി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം അവിടെ റെസ്റ്റ് എല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ ഉള്ളാളത്തേക്ക് വന്ന് ഉള്ളാളം പള്ളിക്ക് പോയിട്ട് ഒന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന്. അങ്ങനെ ഉള്ളാളം പള്ളിക്ക് കയറിയിട്ട് സിയാറത്തെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഉള്ളാളം പള്ളീൻ്റെ അവിടെ കിണറിൻ്റെ അടുത്തും പിന്നെ ആ കുളത്തിൻ്റെ അടുത്തെല്ലാം പോയിട്ട് നേരെ നമ്മൾ വരുന്നത് ഉള്ളാളം ബീച്ചിലേക്ക്. അടുത്തോളം വന്നിട്ടാകുമ്പോൾ ഉള്ളാളം ബീച്ചിലേക്ക് വന്നില്ല അങ്ങനെ ഒരു പാങ്ങില്ലല്ലോ. അതുകൊണ്ട് ഉള്ളാളം ബീച്ചിലേക്കും വന്നിട്ട് ഒന്ന് കയറിയിട്ട് അവിടെല്ലാം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച്. ഭയങ്കര വെയിലുള്ള ടൈമാണ് നമ്മൾ പോയത്. അതുകൊണ്ട് അതിൻ്റെ അടുത്ത് അങ്ങോട്ട് കടലിൻ്റെ അടുത്തൊന്നും പോകാൻ കഴിഞ്ഞിട്ടാണ്, കാരണം ഭയങ്കര വെയിൽ. അതുകൊണ്ട് കുറച്ചവിടെ നിന്നിട്ട് എല്ലാ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ച് ഗുൽഫിയെല്ലാം 2-3 പ്രാവശ്യം തിന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഇതെല്ലാം തിന്നിട്ട് നമ്മന്ന് മജ്ജയാക്കിയിട്ട് പോയായിരുന്നു. കുറച്ച് സമയം തന്നെ ഉണ്ടായിനെ വെയിലായതുകൊണ്ട്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് ഗുൽഫി ഇതെല്ലാം വാങ്ങി തിന്ന്, കുറേ ഗുൽഫിയും ഇതെല്ലാം വാങ്ങിയിട്ട് തിന്നിട്ട് ഫുള്ള് ഫ്രൂട്ട്സ് എല്ലാം തിന്നിട്ട് മജയായതിനു ശേഷമാണ് നമ്മൾ തിരിച്ച് നേരെ പൊരുക്ക് പോകുന്നത്. തിരിച്ചു പോകുന്നതും പിന്നെ സെയിം റോഡ് തന്നെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറേ ലെങ്ത് ആക്കിയിട്ട് പോകുന്ന വീഡിയോ കാണിക്കാത്തത്. കാരണം ആ നേരത്തെ കാണിച്ചത് തന്നെയല്ല, അതുകൊണ്ട് വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് ചുരുക്കിയതാണ് വീഡിയോ. അപ്പോൾ നമ്മൾ നേരെ പൊരുക്കാന്ന് പോകുന്നുള്ള എല്ലാം കഴിഞ്ഞ് ഒരു 4-5 മണിയാകുമ്പോഴത്തേക്കാണ് നമ്മൾ അവിടുന്ന് വിട്ടത്. അപ്പോൾ വേറെ പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല, ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന് വേണം പ്രസ് ചെയ്യാൻ, എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നല്ലൊരു ദിവസം വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. അപ്പോൾ എന്നെ ഹെൽമെറ്റ് ഇട്ടിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ നോക്കിയാൽ മതി. അപ്പോൾ ബൈ.